കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. കെ.എസ്.ആർ.ടി.സി ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ്.എച്ച്.ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതി അന്വേഷിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ.എസ്.ആർ.ടി.സി മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടു. മെയ് 9 തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. നേമ സ്വദേശി LH യദു സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ആര്യ രാജേന്ദ്ര, DN സച്ചിൻ, അരവിന്ദ കണ്ടാലറിയാവുന്ന രണ്ടുപേർക്കെതിരെയാണ് പരാതി. ഏപ്രിൽ 27 കെ.എസ്.ആർ.ടി.സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു. തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഏപ്രിൽ 27 രാത്രി 10:30 കണ്ടോൺമെന്റ് SHOയ്ക്ക് പരാതി നൽകിയിട്ടും കേസ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാകും. എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തുവെന്നും യദുവിന്റെ പരാതിയിൽ പറയുന്നു. കണ്ടോൺമെന്റ് SHOയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് യദുവിന്റെ ആവശ്യം. 1 മുതൽ 5 വരെയുള്ള എതിർ കക്ഷികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തന്നെയും യാത്രക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനുമെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിലെ CCTV മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരുന്നു. കെ.എസ്.ആർ.ടി.സി നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ബസ്സിനുള്ളിൽ സംഭവിച്ചത് എന്താണ് എന്നതിന്റെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡ്. പോലീസ് ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്ന് അറിയുന്നത്. കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടറോഡിൽ നടന്ന വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി കെ.എസ്.ആർ.ടി.സി ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി DVR കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ മെമ്മറി കാർഡ് കാണേണ്ടതാണ് എന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കണമെന്ന് SHO ജയകൃഷ്ണൻ പറയുന്നു. ഇതുവരെ റോഡുകളിൽ സ്ഥാപിച്ച പല CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. ഇതിനിടയിലാണ് ബസ്സിനുള്ളിൽ 3 CCTV ഉണ്ടായെന്ന് അറിയുന്നത്. എന്നാൽ ബസ് സർവീസ് നടത്തുന്നതിനാൽ പരിശോധിക്കാൻ സാധിച്ചില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് പരിശോധന നടത്തിയത്. ഇതിന് പിന്നാലെയാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്ന് അറിയുന്നത്. മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.